അപ്പോൾ വീടുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു അടിപൊളി ഒരു കാർ പോർച്ചിനായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. കാർ പോർച്ച് അതായത് വലിയ മുതൽ മുടക്കില്ലാത്ത രീതിക്ക്, അതായത് തൂണും കൊടുത്ത് സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. ഇപ്പം മഴക്കാലമാണല്ലോ, അപ്പം വണ്ടി നനഞ്ഞ് കിടക്കുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. അപ്പം ആ ഒരു ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്തേക്കണ വലിയ മുതൽ മുടക്കും വലിയ ഹൈ ലെവൽ കോസ്റ്റൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തേക്കണ ഒരു കാർ പോർച്ചാട്ടോ. കാർ പോർച്ച് എന്ന് പറയാം, ഷെഡ് എന്ന് പറയാം. അപ്പോൾ വീടിനോട് ചേർന്നായതുകൊണ്ട് വൺ സൈഡ് ഷീറ്റൊക്കെ ഇട്ട് ചുമ്മാ അലമ്പാക്കി കളയണേക്കാളും നന്നായിട്ട് ഒരു അടിപൊളി മെത്തേഡിലാണ് നമ്മൾ ഈ കാർ പോർച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമ്പിൾ മെത്തേഡായിട്ടോ ചെയ്തേക്കണേ. ഔട്ട് സൈഡ് ഫുള്ള് 4 സ്ക്വയർ ട്യൂബ് വെച്ച് ഫുള്ള് ബോർഡർ, അതായത് പാത്തി ഉള്ളിൽ കിട്ടാൻ പാകത്തിന് ഫുള്ള് ബോർഡർ വെച്ച്, അതായത് 3 സൈഡ് അതായത് ഇപ്പോൾ കണ്ടില്ലേ ഈ വീട്, 2 സൈഡിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, ഫ്രണ്ടിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ പാത്തി അകത്ത് വരാൻ പാകത്തിന്, അതായത് പാത്തി വെളി കാണുമ്പോഴത്തേനും അതൊരു വൃത്തികേടാണ്. പാത്തി എത്ര വലിയ വില കൂടിയ പാത്തിയാണെങ്കിൽ പോലും നമുക്ക് പാത്തി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേനും ഒരു വൃത്തികേടാ. ക്ലാമ്പും പിന്നെ ഷീറ്റിൻ്റെ എഡ്ജെല്ലാം കാണുന്നു. അതിന് പകരമായിട്ട് നമ്മൾ ഫുള്ള് 3 സൈഡിലും 4 സ്ക്വയർ ട്യൂബും അതിൻ്റെ മുകളിൽ നമ്മളൊരു ബോർഡറായിട്ട് 3 സ്ക്വയർ ട്യൂബും കൊടുത്തിട്ടുണ്ട്. അതും നമ്മളെല്ലാം അതായത് എൻഡിൽ പട്ട വെച്ചൊന്നും അടയ്ക്കാതെ, അതായത് എല്ലാം 45-ൽ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് നമ്മൾ കോസ്റ്റ് കുറച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് സൈഡ് 4 ഇഞ്ച് 4 ആയതുകൊണ്ട് ഇതിൻ്റെ കഴിക്കോലെല്ലാം 3 കഴിക്കോലും 1 പട്ടി, അതായത് 3 1 4 ആകുമ്പോഴത്തേനും പിന്നെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ പട്ടിക ഈ ഷീറ്റിൻ്റെ തന്നെ നമ്മൾ പട്ടികയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പട്ടികയും കുറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഫില്ലറുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഒരു 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ കണ്ടോ, 1.5 ഇഞ്ച് സ്ക്വയർ ട്യൂബിൽ ഏകദേശം 1 അടി വീതിയിലും 4 അടി ഹൈറ്റിൽ, അതായത് സെൻസൈഡിൽ നിന്ന് വന്ന് നോക്കുമ്പോഴത്തേനും ഒരു 8 ഇഞ്ച് സ്ലോപ്പ്, ആ ഒരു ചെറിയൊരു സ്ലോപ്പ് കിട്ടാൻ വേണ്ടി 8 ഇഞ്ച് സ്ലോപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ 1.5 സ്ക്വയർ ട്യൂബ് 4 അടി ഹൈറ്റിൽ അതിൻ്റെ അകത്ത് നമ്മൾ 1.5 ഇഞ്ച് സ്ക്വയർ ട്യൂബ് ഔട്ടർ ഫ്രെയിമും കൊടുത്തു. പിന്നെ 1.5 സ്ക്വയർ ട്യൂബ് അതിൻ്റെ ഉള്ളിലൊരു 3 കിട്ടാൻ പാകത്തിന്, അതായത് 1 ഇഞ്ച് ഉള്ളിൽ 1 ഇഞ്ച്, ഒത്തിരി ഗ്യാപ്പ് വന്നാലും വൃത്തികേടാണ്. അങ്ങനെ നമ്മൾ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എൽ ഷേപ്പ്, ഇപ്പോൾ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റോഡിൽ നിന്ന് നോക്കുമ്പോഴാണല്ലോ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പൈപ്പ് ഇരിക്കണമല്ലോ തോന്നും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഫ്രണ്ടിലും, അതായത് നിലത്ത് മുട്ടാത്ത രീതിക്ക്, വെള്ളമൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പൈപ്പിലോട്ട് മുട്ടാത്ത രീതിക്ക് അവിടെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അതായത് നമ്മൾ ഇപ്പം വണ്ടി നനഞ്ഞ് കിടക്കുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും ഒരു ഒത്തിരി പൈസ മുടക്കാതെ ഏതെങ്കിലും ഒരു നല്ല മെത്തേഡ്, നല്ല കാണാനും ലുക്കായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസ നമുക്ക് മുടക്കുകയും ചെയ്യത്തില്ലാത്ത രീതിയിലുള്ള ഒരു കാർ പോർച്ചാട്ടോ ഇത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ, അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ സീലിംഗ് ഒഴിവാക്കിയേക്കണത് മെയിനായിട്ട് നമുക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനർ ഷീറ്റാട്ടോ കൊടുത്തേക്കണേ. 0.35 ലൈനർ ഷീറ്റ് കൊടുത്തേക്കണതുകൊണ്ട് ഇതിൻ്റെ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ ഇത് കണ്ടോ, വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല ലുക്കായിരിക്കും. അപ്പോൾ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അത് വേറൊരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചേക്കണം. ഗ്രേ അടിച്ചതിന് പുറത്ത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിച്ചേക്കണതുകൊണ്ട് ഇത് ഒരു കാരണവശാലും എന്തോരം നാൾ ഇന്നാലും ഇത് പോവുകയില്ല. അപ്പോൾ ഇതേക്കൂട്ട് നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കാർ പോർച്ചുകൾ പല മോഡലുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുവാനും നമ്മളതിൻ്റെ ലോ കോസ്റ്റിലും ഉണ്ട്, ഹൈ കോസ്റ്റിലും ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.